Rolling. നമസ്കാരം. ഞാനിപ്പം തൊടുപുഴയിലൊരു ലൊക്കേഷനിലാണ്. നമുക്കറിയാം ഏറ്റവും നല്ല ഒരു ബാനറാണ് രജപുത്ര രഞ്ജിത്തിൻ്റെ. ആ രഞ്ജിത്ത് ഏട്ടൻ നിർമ്മിച്ച് തരുൺമൂർത്തി 2 സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് സംഭാവന ചെയ്ത തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കൗതുകത്തോടുകൂടി നമ്മൾ കാണുന്നത് മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നു. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അവിടെ സ്വിച്ച് ഓൺ കർമ്മമാണ്. ആദ്യ ദിവസം തന്നെ ലാലേട്ടനും ശോഭനയുമായിട്ടുള്ള കോമ്പിനേഷനാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ലൊക്കേഷനിൽ ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രത്യേകത കൃത്യമായി എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് രഞ്ജിത്തേട്ടനൊരു നിർബന്ധമുണ്ടായിരുന്നു. കൂടുതൽ ആളുകളൊന്നും വേണ്ട, കൂടുതൽ വാർത്തയിലേക്കൊന്നും പോകണ്ട, കാരണം ഇതൊക്കെ പിന്നീട് അറിയേണ്ടതാണ് എന്നാണ് രഞ്ജിത്തേട്ടൻ എന്നോട് പറഞ്ഞത്. പക്ഷേ എന്നാൽ നമുക്കൊരു എൻട്രി എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സാധനം ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയും കിട്ടിയാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ലൊക്കേഷനിലെ ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നതെല്ലാം. ലൊക്കേഷനിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തരുൺമൂർത്തിയും ശോഭനയും അതുപോലെ രഞ്ജിത്തേട്ടനും ചിപ്പി രഞ്ജിത്തും മോളും എല്ലാം കൂടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആദ്യ ക്ലാപ്പടിച്ചത് രഞ്ജിത്തേട്ടൻ്റെ മോളാണ്. മോളെ നമസ്കാരം. ആദ്യ ക്ലാപ്പടിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷവും. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിനിപ്പോൾ വരാനും ക്ലാപ്പടിക്കാനൊക്കെ പറ്റിയ എൻ്റെ ഭാഗ്യം, വലിയ ഭാഗ്യമാണ് അല്ലേ? അല്ല, ഇത് ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകത നമുക്ക് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ശോഭന ചേച്ചി ഒന്നിക്കുന്നു എന്നുള്ള അതിൻ്റെ പ്രത്യേകത എങ്ങനെ കാണുന്നു? അത് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയി. അപ്പോൾ നന്നായിട്ട് വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പറഞ്ഞല്ലോ അല്ലേ? ആദ്യം ക്ലാപ്പടിച്ചിരിക്കും, നന്നായിട്ട് പറഞ്ഞല്ലോ. അതെ, ഉറപ്പായിട്ടും. ഒത്തിരി സന്തോഷം. അല്ലേ? സിനിമ മേഖലയിലേക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഈ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ഇല്ല, അഭിനയത്തേക്ക് എനിക്ക് താല്പര്യമില്ല. പ്രൊഡക്ഷനിലോട്ട് എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഞങ്ങള് രജപുത്രയും വെച്ച് രജപുത്രയിലോട്ട് കയറാനായിട്ടാണ്. പുതിയ തലമുറയ്ക്ക് കൈമാറാൻ പോകണം അല്ലേ? അപ്പൊ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെ ആണ്. അഭിനയത്തിനോ ഡയറക്ഷനിലേക്കൊന്നും താല്പര്യമില്ല. സിനിമയുടെ പ്രൊഡക്ഷൻ ഭാഗത്തിൽ രജപുത്രയുടെ ബാനർ നിലനിർത്താനാണ് മോളെ കൈ ചേർത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും സന്തോഷം. പറയൂ. സന്തോഷം. എനിക്ക് തോന്നുന്നു മോളിപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ഡയറക്ഷനിലേക്ക് അഭിനയമൊന്നുമില്ല, ഞാൻ ഈ ബാനർ അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നു. ആഗ്രഹം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ഈ ബാനർ നിലനിർത്താനുള്ള തീരുമാനത്തിലേക്കാണ് പറയുന്നത്. അല്ല, നമുക്കൊക്കെ ഏറ്റവും സന്തോഷം നാളുകൾക്ക് ശേഷമാണ് രഞ്ജിയുടെ ഒരു സിനിമ ചെയ്യുന്നത്. അത് നാളുകൾക്ക് ശേഷമുള്ളവരെ ഒന്നിപ്പിക്കുന്നു. അതിനാണ് ഏറ്റവും വലിയ കൗതുകമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ ശോഭന ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു എവർഗ്രീൻ പെയർ അല്ലേ. അപ്പോൾ തിരിച്ച് അവരുടെ സിനിമ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. തീർച്ചയായും സ്ക്രീനിൽ കാണണം, അതിനുള്ള ആഗ്രഹത്തിലാണ്. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണണമെന്നുള്ള ആഗ്രഹമാണല്ലേ? എങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ? നടക്കുന്നു നന്നായിട്ട്. അഭിനയത്തിലേക്കൊന്നും തിരിക്കുന്നില്ല. അഭിനയിക്കുമെന്ന് ഉറപ്പല്ലേ? അഭിനയിക്കും. പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നു. അടുത്ത നമ്മുടെ സ്വന്തം പ്രൊജക്റ്റിലുള്ള അഭിനയിക്കുള്ളതോ? അങ്ങനെയൊന്നുമില്ല. പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, വേണ്ടാന്ന് വെക്കുന്നോ? അല്ല, ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറേ ദിവസം അടുപ്പിച്ച് ഷൂട്ട് ഉണ്ടാക്കും. അതിൻ്റെ ഇടയിൽ കൂടെ പാടായിരുന്നു. അപ്പോൾ അല്ലാത്തപ്പോൾ നോക്കാം. അപ്പോൾ ഒത്തിരി സന്തോഷം. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിനു വേണ്ടിയാണ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശോഭന ചേച്ചി ഭയങ്കര സന്തോഷവതിയായിട്ട് ഇരിക്കുകയാണ്. ലാലേട്ടൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കാൻ എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം. ചേച്ചി, ഒത്തിരി സന്തോഷമുള്ള ദിവസമാണെന്ന്. ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊക്കെ. വീണ്ടും നിങ്ങൾ ഒന്നിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഞാൻ കോസ്റ്റ്യൂമിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ സംസാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും രഞ്ജിത്തേട്ടൻ ഇപ്പോൾ ഇവിടെയുണ്ട്. രഞ്ജിത്തേട്ടൻ നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിക്കുകയാണ്. രഞ്ജിത്തേട്ടാ, വളരെ സന്തോഷമുള്ള മുഹൂർത്തം. വളരെ സന്തോഷം. എന്താ പറയണ്ടേ, എല്ലാ നല്ല കാര്യങ്ങൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നു രജപുത്രയുടെ ബാനറിൽ വീണ്ടും ഇവർ രണ്ടുപേരെ ഒന്നിപ്പിക്കുകയാണ് നമ്മൾ. പിന്നെ അതെന്ന് വെച്ചാൽ വളരെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജോഡിയല്ലേ. ഇപ്പോൾ ചേട്ടനും ശോഭന എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു പ്രയത്നം നമ്മളങ്ങനെ ഒരുപാട് ഡേറ്റുകളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്താണ് ഇത് നമ്മൾ ശരിയാക്കുന്നത്. മലയാളികൾക്കൊരു സന്തോഷമാകട്ടെ. അത് തീർച്ചയായിട്ടും. മോള് പ്രൊഡക്ഷനിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. മോളെന്താ വെച്ചാൽ പണ്ട് പോലെ എൻ്റെ ചെറിയ പ്രായം മുതലേ മോൾ ഈ ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്.
പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഞങ്ങളെല്ലാവരും വളരെ ഒരു സാധാരണ കുടുംബമാണ്. കാരണം ഞങ്ങൾ സിനിമയിൽ എല്ലാവരുമായി വളരെ ബന്ധമുള്ള ഒരാളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും സന്തോഷമുള്ളൊരു ഫാമിലിയാണല്ലോ നമുക്ക് വേണ്ടത്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. അപ്പോൾ രജപുത്രയുടെ ബാനർ വീണ്ടും സ്ക്രീനിൽ തെളിയാൻ പോവുകയാണ്. അതെ, കാരണം ഇതൊരു വലിയ വിജയമാക്കി തരേണ്ടത് ഈ നമ്മുടെ ഈ നിങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകരാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ സംവിധായകൻ തരുൺമൂർത്തി ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ കഥാകൃത്തും തിരക്കഥയുടെ ഒരു ഭാഗം KR സുനിലാണെങ്കിലും വളരെ ഒരു അതിനകത്ത് വളരെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്യാൻ ഒരു സന്തോഷമുള്ളതാണ്. അത് ഒരു വലിയ സന്തോഷമാണ്. കാരണം ഒരു പ്രൊഡക്ഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അതൊരു പ്രൊഡക്ഷനിൽ നമുക്ക് സ്വന്തം പോലെ തോന്നും. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷം. എന്തായാലും ഒരു തുടക്കമാണ്, വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇതിനോട് ഷൂട്ട് ചെയ്യാനുള്ള അനുമതി എന്നതിലും എനിക്കും ഒത്തിരി സന്തോഷം. നമുക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് തന്നതിൽ അതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ അലി എത്ര വർഷമായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അലി വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ പറ്റില്ല എന്ന് പറയില്ലല്ലോ. അതുകൊണ്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും വലിയ സന്തോഷകരമായൊരു ദിവസം ജീവിതത്തിൽ ഇതിൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ വരുന്നത് കാണുന്നതാണ് ഇനി അടുത്ത സന്തോഷം. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം രഞ്ജിത്തേട്ടാ. ഈ ബാനർ നിലനിൽക്കുകയാണ്. സൂപ്പർ ഹിറ്റ് ആകട്ടെ സിനിമ. എല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടാവും, പ്രേക്ഷകരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. കഥ സുനിലേട്ടൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. സുനിലേട്ടാ, ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് തന്നെ. എന്ത് പറയുന്നു? വളരെ സന്തോഷം. ഒരു നല്ലൊരു പ്രൊജക്റ്റ് വരില്ലേ. ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരും ഈ എൻ്റെ ഈ കഥാ തിരക്കഥയോടൊപ്പം ചേർന്നതിലും അതിൻ്റെ ഒരു നല്ല ദിവസം തുടങ്ങിയതിലൊക്കെ എല്ലാവരും പോലെ എനിക്കും വളരെ സന്തോഷമുണ്ട്. എത്ര നാളത്തെ പരിശ്രമമാണ് ഈ കഥ മനസ്സിലെത്തിയിട്ട് കുറേ നാളായി. ഞാനും തരുണും കൂടി അത് സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്ത് കഥ കുറേ നാളുകളായി എൻ്റെ മനസ്സിലുണ്ട്. ഈ ലാലേട്ടനോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ നോക്കെ പറയല്ലേ? അയ്യോ, ലാലേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ നോക്കി പറഞ്ഞു. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ലാലേട്ടൻ നോക്കി പറഞ്ഞ കഥയാണ്. പക്ഷെ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്നൊരു സ്വപ്നമില്ലായിരുന്നു. പെട്ടെന്നൊരു ഡേറ്റ് കയറി അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതുണ്ട്. പക്ഷെ ലാലേട്ടനെ കണ്ടപ്പോൾ ലാലേട്ടനെ 3-4 പ്രാവശ്യം പല ഇതുമായിട്ട് വന്നിട്ട് കണ്ടിരുന്നു. അപ്പോഴൊക്കെ ലാലേട്ടൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഈ കഥനോട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ലാലേട്ടനെ കാണുമ്പോൾ നടക്കുന്നു. അല്ല, എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നമുക്ക് ഡേറ്റ് തന്ന് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അതെ. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പം സുനിലേട്ടാ, ഒത്തിരി സന്തോഷം. സൂപ്പർ ഹിറ്റ് ആകട്ടെ. കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം സൂപ്പർ ഹിറ്റ് ആകട്ടെ ഈ സിനിമ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം ഉണ്ട്. ഇപ്പോൾ ആദ്യ ഷോട്ട് എടുക്കുകയാണ്. ആ ഷോട്ട് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമുക്ക് സിനിമ സ്ക്രീനിലേക്ക് കാണാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്കുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഇപ്പം രഞ്ജിത്തേട്ടനും ലാലേട്ടനും എല്ലാം കഴിഞ്ഞപ്പോൾ തരുണിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇപ്പം സുനിലേട്ടനൊക്കെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഓർത്തില്ല എന്നാണ് സുനിലേട്ടൻ പറയുന്നത്. രഞ്ജിത്തേട്ടൻ അത് തന്നെയാണ് പറയുന്നത്. പറയൂ. നടക്കും നടക്കില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം പിന്നെ പക്ഷേ ആ കോള് പെട്ടെന്നായിരുന്നു. നമുക്ക് ചെയ്യാൻ തരണേന്ന് പറഞ്ഞുള്ള കോള് പെട്ടെന്നായിരുന്നു. പിന്നെ നമ്മൾ അത് ഏറ്റെടുക്കുക, വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആകുക എന്നുള്ളതാണ്. അതിന് നല്ല സമയം കിട്ടി. അറൗണ്ട് 40-45 ദിവസത്തോളം അഹോരാത്രം എൻ്റെ പിള്ളേരും പ്രൊഡക്ഷൻ്റെ ആളുകളൊക്കെ കൂടി ഓടി നടന്നുള്ളൊരു പണിയെടുപ്പും കാര്യങ്ങളുമായിട്ട് ഇപ്പം ഭയങ്കര ഒരു സന്തോഷത്തോടെ നിൽക്കുന്നു. ആക്ഷൻ വിളിക്കാൻ കാത്തിരിക്കുകയാണല്ലേ? അതിന് എനിക്ക് തോന്നുന്നു ഈ സിനിമ തൊടുപുഴയിലും പല മേഖലയിലായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമയെക്കുറിച്ചൊന്നും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല. ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് മാത്രമേ നമ്മൾ പുറത്തു വിട്ടുള്ളൂ. വേറെ പിന്നെ ആ ഡ്രൈവർ എങ്ങനെയാണെന്നുള്ള ഈ സ്ക്രീനിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഡ്രൈവർ എന്നുള്ള. ലാലേട്ടൻ ഡ്രൈവർ എന്താണെന്ന് ഇഷ്ടമുള്ള ഡ്രൈവർ നമുക്ക് കാണാൻ ഇഷ്ടമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം പിന്നെ മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു. നമുക്ക് ഞങ്ങൾക്ക് കാണാനുള്ള ഇഷ്ടമുള്ള ഡ്രൈവറാണ്. മോഹൻലാലും ശോഭനയും ഒന്നിക്കുകയാണ്. അതും ഒരു ഭാഗ്യമായിട്ട് കൂട്ടുന്നില്ല. ഉറപ്പായിട്ടും അതും ഈ പറയുന്ന നമ്മൾ എല്ലാവരും ഭയങ്കര സിൻസിയറായിട്ടൊരു തിരക്കഥയെ സ്നേഹിച്ച് പ്രണയിച്ച് ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലോകം എല്ലാം കൂടെ തരും എന്ന് പറയുന്ന പോലെയാണ് ശോഭനാമം വന്ന് ഇതിൻ്റെ തിന്നായത്. പിന്നെ ശോഭനാമം ഇതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ, അതിന് ഓരോ ചോദ്യങ്ങൾ, അതെങ്ങനെ ചെയ്യണം. പണ്ട് 40 വർഷമായി ഇൻഡസ്ട്രിയിൽ ശോഭനാമം വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്ട്രസ് നമ്മുടെ കയ്യിൽ ഒരു കൊച്ചുകുട്ടീനെ പോലെ ഇന്ന് അതിൻ്റെ ഓരോ ആർട്ടിസ്റ്റുകളെ പറ്റി ഓരോ എങ്ങനെ ചെയ്യണം, അതെങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ഫ്രീക്വൻ്റ്ലി ഫോണിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്. അത് എന്നെ സംബന്ധിച്ചത് ഞാൻ കുറച്ചു നേരം കട്ട് ചെയ്യുമ്പോൾ ഇത് ആരാ എന്നെ വിളിച്ചേ, അയ്യോ ശോഭന മാം എന്നൊക്കെ പറയുന്ന. പക്ഷേ ഇപ്പം എന്നെ മാമിനൊപ്പം എന്നെ കൂട്ടി അപ്പം ഭയങ്കര കംഫർട്ടാക്കി നല്ല രസം പോകുന്നു. മറ്റു കഥാപാത്രങ്ങളൊക്കെ ആരൊക്കെയാണ്? ബിനുചേട്ടനുണ്ട്, ബിനു പപ്പു ഉണ്ട്, ബിനു പപ്പു ആണ് എൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ ഹെഡായിട്ടുള്ളത്. ബിനു പപ്പു, മധു, ഇവർ രണ്ടുപേരും കൂടിയാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഫർഹാനുണ്ട്,
മണിയമ്പിള്ള രാജേട്ടനുണ്ട്. പിന്നെ ഇനി കുറച്ച് സർപ്രൈസിന് വേണ്ടിയൊക്കെയാണ്. ഇപ്പം ഇത്രയും മതി. ഇത്ര മതി. ഇനി കുറേ സർപ്രൈസ് ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല. പക്ഷേ എന്തായാലും സൂപ്പർ ഹിറ്റ് ആട്ടെ തന്നെ. നമ്മൾ 2 സിനിമകൾ സൂപ്പർ ഹിറ്റ് തന്ന സംവിധായകൻ്റെ ലാലേട്ടൻ്റെ കൂട്ടുകെട്ടുള്ള സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, കൂടെ ഉണ്ടാവും. ഓ താങ്ക് യു. അപ്പം വളരെ സന്തോഷമുള്ള ദിവസം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ക്യാമറ ടീം ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ക്യാമറയ്ക്ക് എന്നും ക്യാമറയ്ക്ക് പിന്നിലേ കാണുള്ളൂ, എന്നും ക്യാമറയ്ക്ക് പിന്നിലേ കാണുള്ളൂ, ക്യാമറയ്ക്ക് മുമ്പിൽ വരില്ല. ഇന്ന് വരെ വന്നിട്ടുമില്ല. ഒത്തിരി സന്തോഷം, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ശോഭനയും ഒന്നിക്കുന്ന ചിത്രത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. എന്ത് തോന്നുന്നു നിമിഷത്തിൽ? അല്ല, നമുക്കും അത് തന്നെയാണല്ലോ. സാധാരണ നിങ്ങൾക്ക് തോന്നുന്ന അതേ ഒരു ഇത് തന്നെയാണ് നമുക്ക് ആ ഒരു ഫുള്ളും കാര്യങ്ങളും. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം അവർ ഒന്നിച്ചു വരുന്നത് അതിൻ്റെ ഒരു പ്രേക്ഷകൻ എങ്ങനെയാണോ വിചാരിക്കുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം കേട്ടോ. പ്രഷർ എന്ത് വിചാരിക്കുന്നു അത് തന്നെയായിരിക്കും ഇവരെല്ലാം സന്തോഷം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഷൂട്ടിംഗ് ഇന്നിവിടെ നടക്കുന്നു. അതിന് ലാലേട്ടൻ വേറെ പ്രോഗ്രാമിനൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ആദ്യ ഷൂട്ട് ശോഭനയും മോഹൻലാലുമായിട്ടുള്ള ഷൂട്ടുകളാണ്. മണിയമ്പിള്ള രാജു 12 വർഷത്തിന് ശേഷം മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നു എന്ന പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.